ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ലാസ്റ്റ് ഇട്ടൊരു സ്വീറ്റ് ലൈം പിക്കിളിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ആ വീഡിയോയിൽ എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നു. ഞാനൊരു പുതിയ മൈക്ക് ഉപയോഗിച്ചിട്ടാണ് ഇൻട്രോ പറഞ്ഞത്. അപ്പോൾ ഇൻട്രോയിൽ സൗണ്ട് വന്നിട്ടില്ലായിരുന്നു. ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ലാപ്ടോപ്പിലാണ്. ലാപ്ടോപ്പിൽ കേൾക്കുമ്പോഴത്തേക്കും കുഴപ്പമില്ല, ഈ ഫോണിൽ കേൾക്കുമ്പോഴാണ് സൗണ്ട് വരാത്തത്. പക്ഷെ അത് ഇയർഫോൺ വെച്ചാണെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പം കുറേ പേര് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നോട് കംപ്ലയിൻറ്റ് പറഞ്ഞ് സൗണ്ട് കേൾക്കുന്നില്ലെന്ന് ഇൻട്രോക്ക്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് ഇയർഫോൺ വെച്ച് കേട്ട് നോക്കുക. അപ്പോൾ കേൾക്കാൻ പറ്റും. അപ്പോൾ അത് മാറ്റാത്തതെന്ന് പറഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട്, ഇത്ര നല്ല വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാൻ യൂട്യൂബിനോട് ഞാൻ സംസാരിച്ചപ്പോൾ അവരും പറഞ്ഞ് ഡിലീറ്റ് ഒന്നും ചെയ്ത് കളയേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്ത് കളഞ്ഞില്ല. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കണ്ട് നോക്കുക. നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്, ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ്. ഒരു പെപ്പർ ലൈം ചിക്കനാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് പാർട്ടിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ഒരു അധികം മസാലയൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. പെപ്പർ പൗഡറും കുറച്ച് ക്രീമും ഒക്കെ ചേർത്തിട്ട് പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പാർട്ടി സ്റ്റൈലിൽ പാർട്ടിക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പെപ്പർ ലൈം ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ചിക്കൻ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം വെള്ളമെല്ലാം കളഞ്ഞ് ഇതുപോലുള്ള കഷ്ണങ്ങളായിട്ട് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 750 ഗ്രാം ചിക്കനാണ്. ചിക്കൻ കഷ്ണങ്ങളിൽ ഇതുപോലെ സ്ലിറ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ മസാല എല്ലാം ചിക്കനിൽ നന്നായിട്ട് പിടിച്ച് കിട്ടും. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ പുളിച്ച തൈര് ചേർത്ത് കൊടുക്കരുത്. പുളി കുറഞ്ഞ തൈര് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഞാനിതിലേക്ക് ഒരു 3 ടീസ്പൂൺ നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു പിടി മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ചിക്കൻ ഇപ്പോൾ നല്ലതുപോലെ മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി ഒരു 30 മിനിറ്റ് മാറ്റി വെക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 30 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലതുപോലെ ചൂടാകുമ്പോഴേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക്, 2 ഏലക്ക, 1 കഷ്ണം പട്ട, 3 കറാമ്പും 2 കഷ്ണം ബേ ലീവ്സും കൂടി ഇട്ട് കൊടുക്കണം. ഇവ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. സ്പൈസസ് എല്ലാം പൊട്ടിയൊരു നല്ല മണം വരാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 1.5 ടീസ്പൂൺ വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തൊരു ഹൈ ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 4 പച്ചമുളക് വട്ടത്തിൽ മുറിച്ചതും കൂടി ഇട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. ഒന്ന് സോഫ്റ്റായി നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച പാത്രത്തിൽ ബാക്കിയുള്ള തൈരെല്ലാം ഉണ്ട്, അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കണം. അതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പാൻ ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കാം, മൂടി വെച്ചതിന് ശേഷം സ്റ്റവ് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ ചിക്കൻ്റെ ഉൾഭാഗമെല്ലാം നല്ല പാകത്തിന് വെന്ത് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ചിക്കൻ മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി മാറ്റിയതിന് ശേഷം ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഒരു സൈഡ് തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും മൂടി വെച്ചൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. ഇടയ്ക്കൊന്ന് മൂടി മാറ്റി ഇളക്കി കൊടുക്കണം. വീണ്ടും നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്യണം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കനിലെ വെള്ളമെല്ലാം വറ്റി ചിക്കൻ പാകത്തിന് കുക്കായി തുടങ്ങിയിട്ടുണ്ട്. ചിക്കൻ കുക്കായതിന് ശേഷം പിന്നെ നമ്മൾ മൂടി വെക്കേണ്ട ആവശ്യമില്ല. ഇനി തുറന്ന് വെച്ച് തന്നെ ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ചിക്കൻ റെഡിയായി വരുന്ന സമയത്ത് നമുക്കൊരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. അതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം.
ഇപ്പോൾ ചിക്കനിലെ വെള്ളമെല്ലാം വറ്റി ചിക്കൻ നല്ല റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ചിക്കൻ്റെ പുറമെല്ലാം ചെറിയ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കണം. കോൺഫ്ലവർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സ്റ്റവ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തിളപ്പിക്കണം. ഇപ്പോൾ കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് കുറുകി എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ്. അതൊരു 3 ടേബിൾ സ്പൂൺ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ക്രീമെല്ലാം ചേർത്ത് കഴിഞ്ഞ് സ്റ്റവ് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താൽ മതി. അവസാനം ഇതിലേക്ക് ഒരു പച്ചമുളക് നീളത്തിൽ കീറിയതും 1 ടീസ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പെല്ലാം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വളരെ ടേസ്റ്റിയായ ലെമൺ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാർട്ടിക്ക് സ്റ്റാർട്ടറൊക്കെ ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്